ജയഭാരതി എത്ര നേരമായി ഞാൻ വിളിച്ചു പോയിക്കൊണ്ട് ഓടുന്നു അറിയാമോ? മദനേട്ടനായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും പൂവാളന്മാരായിരിക്കും. അമ്മ പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ പോകുമ്പോ ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കരുതെന്ന്. എന്താ കാര്യം? എനിക്ക് ജയഭാരതി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എത്ര കാലമായി ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കണമെന്ന് അറിയോ? പിന്നെന്താ പറയാത്തെ? അതിനാ മരണം, ആ രമണൻ പുറകിന്ന് മാറിയിട്ട് വേണ്ടേ? രമണേട്ടൻ ഉണ്ടെങ്കി ഇപ്പൊ എന്താ? അവൻ ആളി ശരിയല്ല. ആര്? രമണേട്ടനോ? ആ, അവന്റെ കളർ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? ജയഭാരതി കുട്ടിയെ അവനെ മാസം തയ്യാതെ പറ്റതാ. അവന്റെ അളിഞ്ഞ മോന്തയും ആ ചീവീട് പോലത്തെ ശബ്ദവും ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. മദനേട്ടൻ എന്താ പറയണ്ടേ? അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും മദനേട്ടൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുണ്ടോ? എവിടെ എവിടെ എനിക്കും കൂടെ കാണിച്ചതാ. അതല്ല, സിനിമ. അതില് ശങ്കര പൂർണിമയോട് പറയും പോലെ പറഞ്ഞാ മതി. ഓ, അതൊക്കെ പണ്ട് കണ്ടതാ, ഇപ്പൊ ഓർമ്മയില്ല. ഈ മദനേട്ടന്റെ ഒരു കാര്യം ഇതങ്ങോട്ട് പിടിച്ചേ. ഇങ്ങനെ പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സിലെ താഴ്വരകളിലെങ്ങോ മഞ്ഞുരുകുന്ന ഒരു അനുഭൂതി. ഒരു മഞ്ഞുകൂട്ടി പക്ഷി. എന്തുകൂട്ടി പക്ഷി? അതാ സിനിമയിൽ ഒരു പക്ഷിയാ. ഒരു മഞ്ഞുകൂട്ടി പക്ഷി പറന്നണയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞാ മതി. പറ മദനേട്ടാ. ഞാൻ പറയാമേ. പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ നാളം കൊണ്ടെന്റെ മനസ്സിന്റെ താഴ്വരയിലെങ്ങോ മഞ്ഞുരുകുന്ന അനുഭൂതി. ഒരു മഞ്ഞു കുട്ടി പക്ഷി പറന്നിറങ്ങി വന്നു. അമ്മച്ചി എപ്പ വന്നു ഞാൻ പറഞ്ഞ? നിന്റെ താഴ്വരയിൽ ഞാൻ മഞ്ഞു ഉരുക്കി തരാമടാ. ഇതിനാണല്ലേ പമ്മി പമ്മി ചായക്കടയിൽ വേണത്. എന്തൊന്നും പറഞ്ഞാ പറ്റില്ല. മൂന്നിയാക്ക് വളം മറ്റന്നാ തന്നെ വേണം. ഇല്ലെങ്കിൽ പേച്ചിപ്പാറ ഡാമിന്റെ കാര്യമല്ലേ പറയാൻ പറഞ്ഞേ? കൊണ്ടുവരാം. വല്യുണ്ണിയേട്ടാ, ഇതും കൊണ്ട് ഞാൻ എവിടെല്ലാം അവിടെ കൈയോടെ തരാൻ പറഞ്ഞു. ആര്? അത് ഞാൻ പറയൂല, ആരോടും പറയരുതെന്നാ പറഞ്ഞു. പ്രിയപ്പെട്ട എന്റെ വെല്ലുണ്ണിയേട്ടന്, ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്റെ ഉണ്ണിയേട്ടൻ ഒരു പാവാണെന്നും ആ മനസ്സിൽ എല്ലാവരെയും ചൊല്ലിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും. എങ്കിലും വിളക്കെടുക്കാനുള്ള അവകാശം കുഞ്ഞുണ്ണിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴും ആരും കാണാത്ത ആ വിങ്ങൽ എനിക്കറിയാം. പിന്നെ എന്റെ ഉണ്ണിയേട്ടന്റെ സ്നേഹം മുതലെടുത്ത് കുഞ്ഞുണ്ണിയും ലക്ഷ്മിയും നടത്താൻ പോകുന്ന കുറെ കള്ളക്കളികളെ കുറിച്ചും ഞാൻ പറഞ്ഞ എന്റെ ഉണ്ണിയേട്ടൻ വിശ്വസിക്കില്ലെന്നറിയാം. സോറി. ഉണ്ണിയേട്ടന്റെ എന്ന് പറയുമ്പോ അത് എന്റെയും കൂടിയാണല്ലോ. ഒക്കെ നേരി പറയാം. കഴിവെങ്കിൽ ഉണ്ണിയേട്ടൻ രാത്രി മുറിയിലേക്ക് വരണം. വെറുതെ ചാരിയ വാതിലിനപ്പുറം ഞാൻ കാത്തിരിക്കും. വരില്ലേ? എന്ന് ഉണ്ണിയേട്ടന്റെ മാത്രം മമത. ചിന്തയിതൊന്നേ വിളക്കും കൊടുത്ത് ഉത്സവം നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അമ്മാവന്റെ മകളല്ലേ, കല്യാണവും നടത്തിക്കളയും എന്നവർ തീരുമാനിക്കും. ഇപ്പോഴവർക്കുള്ള സ്വത്തിന്റെ കൂട്ടത്തിൽ ശിവശങ്കരമേനോന്റെ ഭാഗം കൂടി ചേരുമ്പോൾ ഉണ്ണിയേട്ടൻ രാജീവന്റെ അടിയാനായി മാറും. ഇതൊക്കെ ഉണ്ണിയേട്ടനും ആകാവുന്നതേ ഉള്ളൂ. ഞാൻ വിളക്ക് ഉണ്ണിയേട്ടന് തരുന്നു. ഉത്സവം മറ്റാരും നടത്തുന്നേക്കാളും ഭംഗിയായി ഉണ്ണിയേട്ടൻ നടത്തുന്നു. എന്താ നടത്തിയാൽ അങ്ങനെ ആവാലോ. പിന്നെ ഉണ്ണിയേട്ടൻ കല്യാണത്തെ പറ്റി ചിന്തിക്കാതിരിക്കാനാ ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം? ഉണ്ണിയേട്ടനല്ലാതെ മറ്റെല്ലാവർക്കും നേട്ടാ. ഒരുപക്ഷെ ഉണ്ണിയേട്ടന്റെ സന്തതി പരമ്പരകളെ ഒഴിവാക്കാനുള്ള അവരുടെ ഒരു അടവായിക്കൂടെ? ഇനി അഥവാ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ തന്നെ
അത് സഹിക്കാനും കൂടെ ഞാൻ തയ്യാറാ. എന്റെ ഉണ്ണിയേട്ടനെ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി അവളും കുഞ്ഞുണ്ണിയേട്ടനും ചേർന്ന് കളിക്കുന്ന കളിയാ. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന വേറെ ആരുമില്ല, ആ കുഞ്ഞുണ്ണിയേട്ടന്റെ തന്തയും തള്ളയാ. കൊല്ലം ഞാൻ. നീ ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കല്ലേ? പോരുത്. നിന്റെ ഉള്ളിലിരുപ്പ് എനിക്ക് മനസ്സിലായി. വല്യത്ത ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നമ്മുടെ തറവാട് കുളന്തോട്ടയിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇല്ല, ഇവള് ഇവിടെ തന്നെ താമസിക്കും. രണ്ടിലും നിറഞ്ഞിട്ടേ ഇവിടുന്ന് പോവും. എന്നാൽ അതിനൊന്ന് കാണുമല്ലോ. എന്താ പ്രശ്നം? ആരെങ്കിലും എനിക്കൊന്ന് പറ. എന്താടി പറഞ്ഞ കാര്യം? ഈ കുഞ്ഞുണ്ണിയേട്ടൻ എന്നെ ഞാൻ ഈ വെല്ലുണ്ണിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അയ്യോ, ഞാൻ സത്യമായിട്ടും അമ്മ ഇവളെ നീ ഒന്നും പറയണ്ട. നീ ഇവളോട് കാണിക്കുന്ന തോന്നിയാസം ഏത് പെണ്ണിനോടും ആകാമെന്ന് കരുതിയാൽ നിന്നെ പീസ് പീസായിട്ട് വെട്ടിത്തുറക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പേച്ചുപാറ ഡാമിൽ എറിയും ഞാൻ. ഉണ്ണി, നീ എന്തൊക്കെയാ പറയണേ? മലയാളം. എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ സ്വന്തം മകന്റെ ദോഷങ്ങളൊന്നും കണ്ടില്ലാന്ന് നടിച്ച നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ കളി അവസാനിപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ശിവശങ്കരമേനോന് മകൾ ഒന്നേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന മമതയാണ്. കുടുംബത്തിലെ മൂത്ത മകൻ ഈ രാമകൃഷ്ണൻ ഉണ്ണിയാണെങ്കിൽ വിളക്ക് ഞാൻ എടുക്കും. ഉത്സവം ഞാൻ തന്നെ നടത്തും. സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാഗം വാങ്ങി പിരിയാം. കേട്ടില്ല എല്ലാവരും? അത് തന്നെയാണ് എന്റെ ശരി. അതെ, പിരിയുകയാണ്. ഭാഗം വാങ്ങിയല്ല, വാങ്ങാതെ തന്നെ. നിശ്ചയിച്ച ദിവസത്തിനെ ഉത്സവത്തിന് കൊടിയേറുകയും ചെയ്യും. പക്ഷെ അന്ന് വിളക്കെടുക്കുന്നത് മരിച്ചുപോയ ശിവശങ്കരന്റെ അമ്മാവന്റെ യഥാർത്ഥ മകളായിരിക്കും. രമണ, ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം ചേട്ടനെ തള്ളിപ്പറഞ്ഞ് ഒറ്റുകൊടുത്ത യൂദാസാണ് ആ തെണ്ടി. വിഷമിക്കാതെ ഉണ്ണിയേട്ടാ, കൊലയിൽ ഒന്ന് പേടായാൽ പേര് ദോഷം കുടുംബത്തിനാ. ആ പേട് ദോഷം സഹിച്ചുകൊണ്ടിരിക്കാനടാ ഞാൻ. വെള്ളം അടിച്ചോണ്ട് വല്ലവന്മാരും വല്ലയിടത്തും ഇരുന്ന് വല്ലതും പറയും. വല്ലവനും പുല്ലുമായുധം. ഉണ്ണിച്ചേട്ടാതുകൊണ്ട് വിഷമിക്കണ്ട. എനിക്കൊരു വിഷമവുമില്ല. കുളം കലക്കി മീൻ പിടിക്കാൻ നടക്കുന്നവരുടെ വലയില് അങ്ങോട്ട് ചെന്ന് വീഴാൻ നടക്കുന്നവരെ കുറിച്ച് ഞാനെന്ത് പറയാം? അതെ അതെ, നീ എവിടിട്ടാ താങ്ങിയെന്ന് എനിക്കറിയാം. ആണുങ്ങളായ കുളം കലക്കും മീൻ പിടിക്കും വലയിൽ വീഴും. അതിനൊന്നും നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓ, ഇപ്പൊ വന്നു കയറിയ പുതിയ മൂദേവി കണ്ടുപിടിച്ചതായിരിക്കും ആണാണെന്ന്. അവിടെ ചേട്ടനൊന്നും ഞാൻ നോക്കൂല. ഞാനല്ലേ പറഞ്ഞ എങ്ങനെ കഴിഞ്ഞിരുന്നവരാ ഈ ആനമുറ്റത്തുകാര്? എവിടെ നിന്നോ വന്ന രണ്ട് പെങ്കൊച്ചുങ്ങൾ കാരണം ചേട്ടനും അനിയനും ഇങ്ങനെ തല്ലിപ്പിരിയാന്ന് വെച്ചാ? തല്ലിപ്പിരിയോ എരിപിരി കൊള്ളുകയോ ചെയ്യട്ടെ, നമുക്ക് ഉണ്ണിമാരുടെ ചെലവിൽ ലാവിഷായിട്ട് ജീവിക്കാം. അതെ. എറാ കുപ്പി, കുപ്പി എറാ. എറാ മീശേ. ഇളയച്ചൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞില്ല. ഇളയച്ചൻ പറഞ്ഞത് നിങ്ങൾ രണ്ടിൽ ഒരാളുടെ മരണത്തിലെ ഈ മത്സരം അവസാനിക്കുന്ന. എന്റെ ഉണ്ണിയേട്ടൻ മരിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ. അയ്യോ, ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? 1 മിനിറ്റ്. ആ. എനിക്കൊന്നും വേണ്ട. എന്നോടൊപ്പം എന്ന് പറയാൻ മാത്രം ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഛേ, ഇങ്ങനെയൊക്കെയാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ അല്ലാതെ മറ്റാരാണ്? വീട് മാത്രമല്ല, ഈ മനയൂർ ഗ്രാമം മുഴുവൻ നിന്റെ പിന്നിലുണ്ടാവും. ഞാനത് തെളിയിച്ചു തരാം. വെറുതെ വർത്തമാനം പറയാനല്ലാതെ ഉണ്ണിയേട്ടന് വേറെ എന്തറിയാം? ഉണ്ണിയേട്ടന് എന്ത് തെളിയിക്കുന്ന ഈ പറയണേ? എന്ത് തെളിയിക്കണം? തെളിയിക്കേണ്ടതൊക്കെ തെളിയിക്കും. തെളിയാനുള്ളതൊക്കെ ക്രമേണ തെളിയും. പക്ഷേ നീ എന്നോടൊപ്പം ഉണ്ടാവണം. അതിനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഇട്ടോട്ടെ. വല്ലാത്ത ഈർച്ച. ഓ, അയ്യോ, ഓടിവരണേ!
മോളെ ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഉണ്ണിയേട്ടൻ എന്നെ എന്റെ മോളെ അയ്യോ കള്ളം മുങ്ങിയപ്പോ ഞാൻ അല്ലാതെ മിണ്ടിപ്പോര് പരമദ്രോഹി. തറവാടിന്റെ മാനം നീ കുളം തോണ്ടിയല്ലടാ ആഭാസ. അമ്മ ഇവനെ വിശ്വസിക്കാം. ആനമുറ്റംകാരും ചേനമുറ്റംകാരും എന്നൊക്കെ പറയുന്ന തറവാട്ടുകാരുടെ മഹിമ ഇപ്പൊ മനസ്സിലായി. അമ്മേ ഞാനെങ്ങനെ സഹിക്കൂ അമ്മേ. ഇതുവരെ കൊണ്ടെത്തിച്ചു. ആ നീ വന്നത് നന്നായി. കുറച്ചു നേരത്തേക്ക് നീ ഇവിടെ ഇരി. ഞാൻ ആ പറമ്പിൽ നിന്ന് പശുവിനെ അഴിച്ചോണ്ട് വരാം. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. എന്താ പറഞ്ഞേ? എനിക്ക് തിരക്കില്ല, ചേച്ചി പോയിട്ട് കുറെ കഴിഞ്ഞു വന്നാലും മതി. അത് നീ എന്തിനാ കിടന്ന് നീ പൊളയണത്? അതെ, ഈ രാവിലെ തൊട്ട് വയറ്റിനകത്തൊരു സംഭ്രമണം. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാ മതിയായിരുന്നല്ലോ. ഓ, അത് ഇവിടുന്ന് ഒരു ചായ അടിച്ചാ ക്ലിയർ ആയി. എന്താ അത്? എന്തായിരിക്കും? ആ എനിക്കറിയില്ല, രമ്യടത്തിന് പറഞ്ഞേ. ഇതാ നോക്കൂ. ഹായ്, അതിമനോഹരമായിരിക്കുന്നു. അതെ, ഇത് കോട്ടയം അയ്യപ്പ ചിഹ്നം. എന്റെ ജയഭാരതി കുട്ടിക്ക് വേണ്ടി എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സംഘടിപ്പിച്ചു കൊണ്ടുവന്നതാണെന്ന് അറിയാമോ? അയ്യോ, ഇത് പുത്തര. സത്യമായി ഞാൻ മോട്ടിച്ചല്ല, വില കൊടുത്ത് വാങ്ങിയതാ. അതല്ല, ഇത് ഉസ്താദാണോ ഫ്രണ്ട്സ് ആണോ എന്ന് നോക്കിയതാ. ഇത് രണ്ടുമല്ല, കണ്ണെഴുതി പൊട്ടുന്നട്ടാ. ഏയ്, ഇത് അതൊന്നുമല്ല. പിന്നെ അവകാശ ഗംഗ. ആണോ? ഇത് ഉടുത്തോണ്ട് വേണം ഉത്സവത്തിന് വേണം. എല്ലാരും ഒന്ന് കാണട്ടെ എന്റെ ജയഭാരതി കുട്ടി. എന്റെ അമ്മ. അമ്മക്ക് വേറെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കും? അതല്ല, അമ്മ വരുന്നു. എന്തെന്നാ ഇത്? സാരിയോ? നോക്കട്ടെ. രമണേട്ടൻ വാങ്ങിയതാ അമ്മേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന്? ആ എനിക്കിത് നന്നായി ചേരും. ഉത്സവത്തിനെ ഞാൻ ഈ സാരിയെ കൊടുത്തൊന്ന് ചേർത്തട്ടെ. അപ്പൊ എനിക്കോ? അതോ വേറെ വാങ്ങിച്ചോണ്ട് വരും. എന്നാ എനിക്കൊരു പട്ടുസാരി വാങ്ങിച്ചു തരുമോ? പട്ടുസാരിയുടെ സെക്ഷനിലൊക്കെ ഭയങ്കര ചെക്കിങ്. എടാ, ഇതിന് മാച്ച് ചെയ്യുന്നൊരു ബ്ലൗസ് കൂടി എടുത്താ. വേറെ വല്ലതും വേണോ? വേണ്ട. വാ. പാവ തുണിക്കടക്കാരന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നാ തോന്നണത്.